സ്വരമാ ഒരു സ്വരമാ അണയാമീ ബലിവേദി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെ പെരുന്നാളും കൂടിയാണ്. നമ്മൾ ഇന്നലെ കുടുംബ ശുദ്ധീകരണം നടത്തിയപ്പോഴും ഒരു തിരുക്കുടുംബത്തിലേക്കുള്ള പാതയാണ് എന്റെ ദൈവം ഇന്നലെ വെട്ടി തുറന്നത്. മക്കൾക്ക് വേണ്ടി ഭാരം ചുമക്കുവാൻ, അമ്മയ്ക്കും അപ്പനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കുടുംബത്തിൽ നിറയേണ്ട ഗാർഹിക പുണ്യങ്ങളുടെ നിറവ് കലവറയാണ്. പരസ്പരം ഒന്നുചേർന്ന് ജീവിക്കുവാൻ എന്റെ ദൈവം വളരെ ശക്തമായി ആഹ്വാനം ചെയ്തു. ഈ തിരുക്കുടുംബത്തിന്റെ പെരുന്നാളിന് യേശു ഇല്ലെങ്കിൽ തിരുക്കുടുംബമാവില്ലല്ലോ. പരിശുദ്ധ അമ്മയുടെ സ്നേഹമില്ലെങ്കിലും തിരുക്കുടുംബമാവില്ലല്ലോ. നീതിമാനായ ഔസേപ്പിതാവിന്റെ പരിലാളനം ഇല്ലെങ്കിലും തിരുക്കുടുംബമാവില്ലല്ലോ. ഈ നിറവിലാണ് ഇന്നത്തെ തിരുക്കുടുംബം പെരുന്നാൾ നാം ആഘോഷിക്കുക. നമുക്കൊരു മാതൃക തിരുക്കുടുംബം മാത്രമാണ്. ഇന്നത്തെ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. എനിക്ക് അപ്പനുണ്ടെങ്കിലും അപ്പനില്ലാത്ത മറ്റല്ലേ, എനിക്ക് അമ്മയുണ്ടെങ്കിലും അമ്മയില്ലാത്ത അവസ്ഥയല്ലേ, എനിക്ക് മക്കളുണ്ടെങ്കിലും മക്കളെന്റെ ചൊല്ലും ഒന്നും കേൾക്കാതെ പതറി നടക്കുന്ന അവസ്ഥയല്ലേ. എന്റെ പൊന്നു കർത്താവേ, നിന്റെ തിരുക്കുടുംബത്തിന്റെ അർത്ഥമെന്തെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പിത്തരുവാൻ നീ കനിയണവേ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യനാഥൻ നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നതിന് നിശ്ചയമായും നമ്മളോട് കരുണ കാണിക്കുന്നു. വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുക. അധ്വാനിക്കുന്ന നമ്മുടെ പിതാക്കന്മാര്, അധ്വാനിക്കുന്ന നമ്മുടെ അപ്പന്മാര്,
അധ്വാനം മുഴുവനും മദ്യത്തിൽ കൊണ്ടിട്ട് നശിപ്പിക്കുന്ന അവസ്ഥകളുള്ള അപ്പന്മാരില്ലേ? അധ്വാനം മുഴുവനും ഇല്ലാതാക്കുന്ന അവസ്ഥയില്ലേ? എന്തോ ഒരു ജീവിതം എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥ. പരസ്പരം വീട്ടിൽ കലഹവും മർദ്ദനവും, അവസാനം സ്വയം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഏറെയില്ലേ? എല്ലാം നമുക്ക് തിരുക്കുടുംബത്തിന് വേണ്ടി അർപ്പിക്കാം. നിന്റെ കുടുംബം പോലെ എന്റെ കുടുംബത്തെയും നന്നാക്കണമേ കർത്താവേ. നിന്റെ കുടുംബം പോലെ എന്റെ ജീവിതത്തെയും നവീകരിക്കണമേ കർത്താവേ. യേശുവിനെ നിരന്തരം കണ്ടെത്തി ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എങ്കിലേ എന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ. ഞാൻ അധ്വാനിക്കുന്ന എന്റെ കരങ്ങൾക്ക് ദൈവം പച്ച തരുള്ളൂ. ഞാൻ പങ്കുവയ്ക്കുന്ന എന്റെ സ്നേഹത്തിന് ജീവന്റെ ബലിയായി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. വളരെ ഗൗരവമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ഗൗരവമായിട്ട് നമുക്ക് ചിന്തിക്കാം. വളരെ ഗൗരവമായിട്ട് നമുക്ക് തന്നെ നമ്മളെ തന്നെ യേശുവിന്റെ പരിശുദ്ധമായ ബലിയിൽ നമുക്ക് അർപ്പിക്കാം. കരുണാമയനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ ശ്രവിച്ച് ഞങ്ങളുടെ പോരായ്മകളെല്ലാം തിരുത്തി നന്മയുടെ പാതയിലേക്ക് ഞങ്ങളുടെ വെട്ടി നീ വഴി നടത്തണമേ കർത്താവേ. ദിവ്യനാഥന്റെ പ്രാർത്ഥന ശ്രവിക്കുന്നതിന് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഓർത്ത് അനുദപിച്ച് ഏറ്റുപറയാം. സഹിക്കുന്ന ദൈവം, പാപിയെ തേടുന്ന ദൈവം, എന്നെ കാത്തുരക്ഷിക്കുന്ന ദൈവം. ക്ഷമിക്കുന്ന ദൈവം, സഹിക്കുന്ന ദൈവം, പാപിയെ തേടുന്ന ദൈവം, എന്നെ കാത്തുരക്ഷിക്കുന്ന ദൈവം. വാക്കിൽ ചെയ്തിയിൽ വന്ന പാപങ്ങളോർത്ത് കരയുന്നു ഞാൻ. മനസ്സിൽ വാക്കിൽ ചെയ്തിയിൽ വന്ന നിന്റെ തലോടലിൽ വളർന്നവരെങ്കിലും നിന്നെ മറന്നു ഞാൻ പാപിയായി. മാപ്പേരുനാഥ സ്വീകരിക്കൂ, മാപ്പേരുനാഥ സ്വീകരിക്കൂ. ക്ഷമിക്കുന്ന ദൈവം, സഹിക്കുന്ന ദൈവം, പാപിയെ തേടുന്ന ദൈവം, എന്നെ കാത്തുരക്ഷിക്കുന്ന ദൈവം. മറിയമേ, വിശുദ്ധരെ ദൂതരെ, നിങ്ങൾ എനിക്കെന്നും കൂട്ടായി പ്രാർത്ഥിക്കണേ. മറിയമേ, വിശുദ്ധരെ ദൂതരെ, നിങ്ങൾ എനിക്കെന്നും കൂട്ടായി
മധ്യസ്ഥരാകു സ്വീകരിക്കൂ, മധ്യസ്ഥരാകു സ്വീകരിക്കൂ. ക്ഷമിക്കുന്ന ദൈവം, സഹിക്കുന്ന ദൈവം, ഭാവിയെ തേടുന്ന ദൈവം, എന്നെ കാത്തുരക്ഷിക്കുന്ന ദൈവം, എന്നെ കാത്തുരക്ഷിക്കുന്ന ദൈവം, എന്നെ കാത്തുരക്ഷിക്കുന്ന ദൈവം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Oh
തന്നെയാണല്ലോ അനുഭവിക്കുക. കുടുംബം നിന്റെ സ്നേഹത്തിന്റെ വിളനിലമായി മാറുവാൻ, ഏറെ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാൻ, ഏറെ ഇൻപമുള്ളതായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന നിത്യനായ ദൈവമേ, നീ കനിവോട് സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവ് ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ഒന്നാം വായന പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 3:2 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തെ ഭയപ്പെടുന്നവൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നു. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അതുപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. സ്തുതിക്കാം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായി മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. കർത്താവിനെ. സഹോദരരെ, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാനിർഭരരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിനും സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുകയും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് നിർദ്ദയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ
അവർ നിരുന്മേഷരാകും. ദൈവവചനമാണ് നാം കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഹല്ലേലൂയ. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങയുടെ കൂടെയും. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷത്തിൽ കർത്താവേ, അങ്ങേക്ക് മഹത്വം. പൗരസ്ത്യദേശത്തിൽ നിന്ന് വന്ന 3 ജ്ഞാനികൾ പൊയ്ക്കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെരോദ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദേസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്ന പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാവാനാണ് ഇത് സംഭവിച്ചത്. ഹെരോദേസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർഖ്ലാവുസാണ് പിതാവായ ഹെരോദസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്സറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അങ്ങയുടെ സുവിശേഷം എന്റെ പാപമാലിന്യങ്ങൾ നീക്കം ചെയ്യും. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഒരു തിരുക്കുടുംബത്തിന്റെ പെരുന്നാള് നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ആഘോഷം സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ആഘോഷത്തിന്റെ മുന്നില് ഒരുക്കത്തിന് ഒത്തിരി കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഇസ്രായേൽ ജനം ജൂബിലി ആഘോഷിച്ച സമയത്ത് നീ ജൂബിലി വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്വന്തം നാട്ടിൽ കടന്നു വരുമ്പോൾ
നീ ചെയ്യേണ്ട എല്ലാം ചെയ്തു പൂർത്തിയാക്കിയിട്ട് വേണം. നിന്റെ സമ്പത്ത് ദരിദ്രരിൽ നിന്ന് പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ട് വേണം വരാൻ. നീ ആരോടെങ്കിലും സ്പർദ്ധയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സ്പർദ്ധ മാറ്റി സ്നേഹബന്ധം ഉറപ്പിച്ചിട്ട് വേണം വരാൻ. നീ അന്യായമായി പലിശയ്ക്ക് പണം കൊടുത്ത് ദരിദ്രരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തിട്ട് വേണം വരാൻ. എങ്കിലേ നിനക്ക് ആഘോഷമുള്ളൂ, നിനക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ദൈവം, എന്ന് പറയുന്ന ഇസ്രയേലിന്റെ നിയമം, എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ ദൗത്യം, ഇതെല്ലാം നമ്മൾ ഒത്തിരിയേറെ ചിന്തിപ്പിക്കുന്നുണ്ട്. നമ്മൾ അക്രമം കാണിച്ച് അന്യായമായി നാം ജീവിച്ചിട്ട് ഒരു പിടിപാടുമില്ലാത്ത സമുദ്രത്തിലേക്ക് വള്ളവും ഇറക്കി കൊണ്ടുപോകുമ്പോ ഓർക്കണം, ഇപ്പൊ നിന്റെ കഴിവിലല്ല നീ രക്ഷിക്കപ്പെടുന്നത്. ഒരു കാറ്റ് വന്നാൽ മതി, ഒരു ചുഴി വന്നാൽ മതി, ഒരു വലിയ തിരമാല വന്നാൽ മതി, നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ആ സുരക്ഷിതമില്ലാത്ത അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ സുരക്ഷിതമായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് പോകും. ആ ആശ്രയത്വം അനുഭവിച്ചു കഴിഞ്ഞാൽ അതല്ലേ ആഘോഷം. ദൈവത്തിലുള്ള ആശ്രയത്വം അനുഭവിക്കുന്ന, സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന, ദൈവപരിപാലനത്തെ നിരന്തരം കുടുംബത്തിൽ തിരിച്ചറിയുന്ന അനുഭവത്തിലല്ലേ ആഘോഷമടങ്ങിയിരിക്കുക. അല്ലാതെ ക്രിസ്മസിന് കുറെ മദ്യം കഴിച്ചെന്ന് പറഞ്ഞ് ക്രിസ്മസ് ആകുമോ? ക്രിസ്മസിന് കുറച്ച് വണ്ടിയെടുത്ത് വളരെ വേഗത്തിൽ ഓട്ടിച്ച ക്രിസ്മസ് ആകുമോ? ക്രിസ്മസിന് വള്ളമെല്ലാം മത്സരത്തിന് ഇറക്കി കടലിൽ ഇറക്കിയ ക്രിസ്മസ് ആകുമോ? നീതിമാനായ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ നീതി നടത്തി എന്ന ആത്മസംതൃപ്തിയാണ് ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ്. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ആഘോഷമുണ്ട്. അതിനകത്തൊരാഘോഷമുണ്ട്. എല്ലാം ഭംഗിയായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ഒരു ആനന്ദമുണ്ട്, ഒരു ആഘോഷമുണ്ട്. ഇങ്ങേറ്റം എന്റെ ദൈവം കുരിശിൽ കിടന്ന് പിടച്ചു മരിക്കുമ്പോഴും എല്ലാം പൂർത്തിയായി. ഐ കമൻഡ് മൈ സ്പിരിറ്റ് ദി ഹാൻഡ്സ് ഓഫ് ഗോഡ്. എന്റെ പിതാവിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ, ആ മരണത്തിന്റെ വേളയിൽ പോലും ആത്മാവിന്റെ അകത്ത് ഒരു ആത്മസംതൃപ്തിയില്ലേ പ്രിയപ്പെട്ടവരെ? ആത്മസംതൃപ്തിയുടെ നിറവിലാണ് ആഘോഷം മുളയെടുക്കുന്നത്. പെട്ടഞ്ഞു മരിക്കുമ്പോഴും വിശ്വസ്തനായ ദൈവം വിശ്വസ്തതയോട് താൻ ചെയ്ത പ്രവൃത്തിയെല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ അതിന്റെ അകത്തുള്ള ആത്മസംതൃപ്തി, എന്നിട്ട് തന്റെ ജീവനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ ആത്മസംതൃപ്തി, എന്ത് വേദനകളെയും സഹിക്കാനുള്ള ശക്തി നൽകുന്നതാണത്. അതല്ലേ തുടർന്ന് ആഘോഷത്തിന് ജന്മം കൊടുക്കുക. അതല്ലേ മൂന്നാമത്തെ ദിവസം ഉത്ഥാനത്തിന്റെ മഹത്വത്തിലോട്ട് നമ്മൾ ഇന്നും ഈസ്റ്ററായിട്ട് ആഘോഷിക്കുക. അതേ ദൈവം ക്രിസ്മസിൽ കടന്നു വന്ന് മനുഷ്യക്കോലങ്ങളെ കാണുന്നു, മനുഷ്യരുടെ ദുരവസ്ഥയെ കാണുന്നു, മനുഷ്യരുടെ ദുഷ്ടതയെ കാണുക, മനുഷ്യരുടെ ദുഷിച്ച പ്രവർത്തനങ്ങളെ കാണുക. ശരിക്കും ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-7 വാക്യത്തിൽ പറയുമ്പോ, അത് വായിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവം ഈ ഭൂമിയിൽ ജനിക്കില്ല എന്ന് തോന്നും. ഞാൻ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് കർത്താവ് ഒരു ചോദ്യമായിട്ട് കടന്നു വരുന്നത്. അവരെന്നെ അധിക്ഷേപിക്കാനാണോ? അവരെന്നെ വെറുക്കാനാണോ?
ഞാൻ അവരെ സൃഷ്ടിച്ച് പരിപാലിച്ച് അവർക്കെല്ലാം കൊടുത്തില്ലേ? ഞാൻ എന്ത് കുറവുണ്ട് അവർക്ക്? അങ്ങനെ എല്ലാം കൊടുത്ത് എന്നെ അവർ വെറുക്കുകയും അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഇതാ ചെയ്യുന്നില്ലേ അവര്? ഞാൻ എന്തൊരു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് എന്റെ ദൈവം വിലപിക്കുന്ന ഒരു നിമിഷമുണ്ട്. തിരിച്ചറിയാത്ത ജനം സ്വയം തിരിച്ചറിയുന്നില്ല, അതിനാൽ ദൈവത്തെ തിരിച്ചറിയുന്നില്ല. ദൈവം ദുഃഖിക്കുന്നു. ആ ദുഃഖത്തിന്റെ ഈ ഭൂമിയിലേക്ക് എന്റെ ദൈവം ഇറങ്ങിയത് വലിയ രക്ഷയുടെ കാഹളധ്വനിയായിട്ടല്ലേ? ഇത് തിരിച്ചറിയുമ്പോൾ ഒരു വലിയ ആത്മസന്തോഷമുണ്ട്. ഈ ആത്മസന്തോഷമാണ് ആഘോഷം. എനിക്കിനി വിശ്വസിക്കാൻ ഒരാളായി, എനിക്കിനി പ്രാർത്ഥിക്കാൻ ഒരാളായി, എനിക്ക് പങ്കുവയ്ക്കാൻ ഒരാളായി, അങ്ങേറ്റം വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവം ഇറങ്ങി വന്ന മനുഷ്യന്റെ രൂപത്തില് ഏറ്റവും വലിയ ആനന്ദത്തിന് ജന്മം കൊടുക്കുന്നതല്ലേ? ഇതല്ലേ ആഘോഷം എന്ന് പറയുന്നത്? ഇതല്ലേ ആഘോഷം എന്ന് പറയുന്നത്? ഈ കുടുംബത്തിനകത്തുള്ള ആത്മബന്ധത്തെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ ഗാർഹിക പുണ്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇതല്ലേ ആഘോഷം? ഇതല്ലേ ആഘോഷം? പ്രത്യേകിച്ച് അവനോട് പറയേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പാട്ടിൽ കേട്ടില്ലേ? വീട്ടില് ഗ്രാമത്തില് അരയത്തിപ്പെണ്ണ് പിഴച്ചാൽ അരയൻ കടലിൽ പോയവൻ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാമീണയുടെ തനിമയുടെ സ്വരമാണ്. ഇന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക. ഈ ശക്തിയേറിയ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുക. ഈ കടലിൽ പോകുമ്പോ, വലയിറക്കുമ്പോ ആകാശത്ത് നോക്കി കരങ്ങൾ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? എന്റെ ദൈവമേ, ഈ ഒഴിഞ്ഞിരിക്കുന്ന ഈ കരത്തിൽ നിന്റെ സമ്പത്ത് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാലോ? നീ വരയിടുന്നത് അതോ മദ്യപിച്ചാണ് വരയിടുന്നത്? നിങ്ങൾ ആ ബീച്ചിലേക്ക് പോകുമ്പോ, ഞാൻ എന്റെ ഭാര്യയും മക്കളെയും നിന്റെ കരങ്ങളിൽ അർപ്പിക്കുകയാണ് കർത്താവേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നീ ജോലിക്ക് പോകുമ്പോ നിന്റെ ജോലിയും ശുഭമായിരിക്കും, നിന്റെ മക്കളും ആനന്ദദായകരായിട്ട് നിന്റെ ഭവനത്തിലുണ്ടാവില്ലേ? യേശു ഉണ്ടെങ്കിലേ തിരുക്കുടുംബമാവും. നമ്മുടെ ജീവിതത്തിൽ ദൈവമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം സാഫല്യമടയുള്ളൂ. ഈ തിരിച്ചറിവ് എന്ന് നമുക്ക് വരുന്നു, അന്ന് നമുക്ക് ആഘോഷമുണ്ട്. ഈ തിരിച്ചറിവ് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, അന്ന് നമുക്ക് ആനന്ദമുണ്ട്. ഐസയാ ദീർഘദർശി പറയുകയാണ്, സംതൃപ്തി തരാത്തതിന് വേണ്ടി നീ എന്തിനധ്വാനിക്കുന്നു? അധ്വാനിക്കുന്ന കലഹത്തിന് വേണ്ടിയാണോ? അധ്വാനിക്കുന്ന കുടിച്ചുന്മുക്തനാകുന്നതിന് വേണ്ടിയാണോ? അധ്വാനിക്കുന്ന പണം നീ തമ്മിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണോ? ഇത് വളരെയേറെ ചിന്തിക്കാനുണ്ട്. സംതൃപ്തി തരാത്തതിന് വേണ്ടി നീ എന്തിനധ്വാനിക്കണം? നിനക്ക് കൈനിറച്ച് പണം കിട്ടിയാൽ മനസ്സ് നിറച്ച് അഹങ്കാരമാണെങ്കിൽ വലിച്ചെറിഞ്ഞുകളാണ്. ആ വലിച്ചെറിയുന്ന ആ സമ്പത്ത് നിന്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ഇല്ലാതാക്കുമെങ്കിൽ വലിച്ചെറിഞ്ഞുകളാണ്. എന്നാൽ ദൈവം തരുന്നതാണ്. ഞാൻ വളർത്തിയ മീനല്ല കടലിൽ കിടക്കുന്നത്, എന്റെ ഔദാര്യത്തിലല്ല കാര്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നിന്റെ ദാനമാണ് കർത്താവേ, നീ തരുന്ന ധനം നിന്റെ ദാനമാണ് എന്ന് ചിന്തിക്കുമ്പോ കുടുംബത്തിനകത്തുള്ള ഉത്തരവാദിത്വം വളരെ വലുതായിരിക്കുമെന്ന് അവന് തോന്നും. അവൻ അതനുസരിച്ച് ജീവിക്കും. തിരുക്കുടുംബത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. നീ ഓരോ ദിവസവും വീട്ടിൽ നിന്ന് വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ നീ പോയവനായിട്ടാണോ തിരിച്ചു വരുന്നതെന്ന് ചിന്തിക്കുക. നിന്റെ മക്കള് വീട് വിട്ട് വെളിയിൽ പോയി തിരിച്ചു വരുമ്പോ പോയതുപോലെയാണ് അവർ തിരിച്ചു വരുന്നതെന്ന് ചിന്തിക്കുക. നിന്റെ മക്കള് എല്ലാ ദിവസവും പ്രഭാതത്തില്
തിരുഹൃദയ പടത്തിന്റെ മുമ്പിൽ പോയി നിർത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ടാണോ നീ നിന്റെ കുഞ്ഞുങ്ങളെ പഠനശാലയിലോട്ട് പറഞ്ഞിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഇന്നു മുതൽ അത് ചെയ്യും. ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. അല്ല എങ്കിൽ ദുഷ്ടശക്തികൾ ആര് വിഴുങ്ങണമെന്ന് ഓടി വരികയാണ്. നിനക്കതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. എന്റെ ദൈവത്തിന്റെ കരവലയത്തിനുള്ളിൽ നീ ഒതുങ്ങുക, നീ പരിശ്രമിക്ക്, നീ ഭാഗ്യവാനായിരിക്കും, നീ ഭാഗ്യവാനായിരിക്കും, നീ ഭാഗ്യവാനായിരിക്കും. കുടുംബത്തിനകത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്ക്, ഞാൻ അപ്പനും അമ്മയ്ക്കും വിശ്വസ്തനാണോ, വിശ്വസ്തയാണോ? ഞാൻ എന്റെ ഭാര്യയ്ക്ക് വിശ്വസ്തനാണോ, വിശ്വസ്തയാണോ? ഞാൻ എന്റെ ഭർത്താവിന് വിശ്വസ്തയാണോ, വിശ്വസ്തനാണോ? എങ്കിൽ ഞാൻ ദൈവത്തിനും വിശ്വസ്തയാണ്, വിശ്വസ്തനാണ്. എങ്കിൽ ഞാൻ ദൈവത്തിന് വിശ്വസ്തയാണ്, വിശ്വസ്തനാണ്. യേശുവിന്റെ വിശ്വാസത്തിൽ നിന്ന് തിരുക്കുടുംബം ജന്മമെടുക്കും. യേശുവിന്റെ വിശ്വാസത്തിൽ നിന്ന് കൂട്ടായ്മ ജന്മമെടുക്കട്ടെ. എങ്കിൽ നീ കടലിൽ പോയാലും, ഉദ്യോഗത്തിന് പോയാലും, രണാങ്കണത്തിൽ പോയാലും, മിലിറ്ററിയിൽ പോയാലും, യുദ്ധഭൂമിയിൽ പോയാലും, ആ യുദ്ധത്തിന്റെ വെടിയുണ്ടകൾക്കിടയിൽ നിന്റെ ആത്മാവ് സന്തോഷിക്കും. ഇതാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴുള്ള അനുഭവം. ഞാനൊരു കാര്യം ഇന്നലത്തെ അനുഭവത്തിൽ ഞാൻ ഈ നിമിഷം വരെ നിങ്ങൾക്കറിയാമോ, ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ വേദനകളെല്ലാം ഇന്നലത്തെ ശുദ്ധീകരണത്തിൽ പിടിച്ച് അതികഠിനമായ തലവേദനയും തലഭാരത്തോടാണ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ ഇരുന്നിട്ട് കണക്കുകളൊക്കെ നോക്കിയെങ്കിലും നിങ്ങൾക്കറിയാമോ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അതികടുത്ത തലവേദനയും ഭാരവുമായിരുന്നു. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിൽ അർപ്പിച്ച് ഞാൻ സുഖമായിട്ട് ഉറങ്ങി. 15 തലയുടെ ഭാരമുണ്ടായിരുന്നു, സുഖമായിട്ട് ഉറങ്ങി. എനിക്കതിലൊരു ദൈവമേ ഈ വേദനകളെ തന്ന അനുഭവിച്ചതിലൂടെ ഒത്തിരി ആയിരം ജനത്തിന്റെ കുടുംബത്തിന്റെ തകരാറുകളാണ് മാറ്റുന്നതെന്ന് ഞാൻ കാണുന്നു. കണ്ടുകൊണ്ടിരിക്കുന്നവര് എത്ര വേദന ഏറ്റെടുത്താലും മതിവരില്ല, മതിവരില്ല. ആ അനുഭവമാണ് ഉണ്ടായത്. ഇന്നുമുണ്ട്, ഇന്നും ഇപ്പോഴും ഉണ്ട്. ബുദ്ധിമുട്ടില്ല. കാരണം എനിക്ക് കർത്താവ് കൈക്ക് പിടിച്ച് പരിശീലിപ്പിച്ചു 1992 ഈ പറയുന്നത് എന്റെ കൈയെ പിടിച്ച് എന്റെ കർത്താവ് പരിശീലിപ്പിച്ചെന്നത്. ആ പരിശീലനമാണ് സെമിനാരി പരിശീലനത്തെക്കാളും 1000 മടങ്ങ് ശ്രേഷ്ഠം. ഞാൻ തപസ്സെടുക്കുന്നതിന് എന്റെ ദൈവം പരിശീലിപ്പിച്ചത് 1992 പരിശീലിപ്പിച്ചത് ഏപ്രിൽ മാസം പരിശീലിപ്പിച്ചു തന്നു. ആ പരിശീലനം 1000 വട്ടം സെമിനാരിയിൽ പോകുന്നതിനേക്കാളും സുന്ദരമാണ്, ആനന്ദദായകമാണ്. എന്റെ കൂടെ ആ ദൈവമുണ്ട് എന്നുറപ്പുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവയെ, ഏത് ദുനിയാവിലും ഏത് പ്രശ്നങ്ങളിൽ കടന്നു പോകുവാൻ അറയ്ക്കില്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ യേശുവിന്റെ നാമത്തിൽ മാറ്റപ്പെടാത്തതൊന്നുമില്ല എന്ന് ചിന്തിക്ക്, മാറ്റപ്പെട്ടിരിക്കും. അത് നീ ജോലിയിലിരിക്കുമ്പോ, കടലിലിരിക്കുമ്പോ, കരയിലിരിക്കുമ്പോൾ നീ അത് ചിന്തിച്ച് പ്രാർത്ഥനാരുവിയോട് നീ വീട്ടിൽ പോയാൽ നിന്റെ വീട് സമാധാനമായിരിക്കും. നീ അവിടെ രാജാവാണ്. എന്നാൽ നീ അത് മറന്ന്, ദൈവത്തെ മറന്ന്, സമൂഹത്തെ മറന്ന്, പരസ്പര ബന്ധത്തെ മറന്ന്, സ്നേഹത്തെ മറന്ന് നീ വീട്ടിൽ പോയാൽ സമാധാനത്തിലിരിക്കുന്ന വീട് പോലും നീ ഇല്ലാതാക്കും, തകർത്തു കളയും. നിന്റെ കയ്യിൽ നിന്റെ കുടുംബം സുരക്ഷിതമാണോ എന്ന് ചിന്തിക്കുക. നിന്റെ കയ്യിൽ നിന്റെ കുടുംബം സുരക്ഷിതമാണോ എന്ന് ചിന്തിക്കുക. എങ്കിൽ നിനക്കാനന്ദിക്കാം, ആഹ്ലാദിക്കാം. ഞാൻ നല്ല ഓട്ടം ഓടി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. നല്ല ഓട്ടം ഓടി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ നല്ല ഓട്ടം ഓടിയെന്ന്.
ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തെക്കുറിച്ച് ഏറെ പറയാനുണ്ട്, സമയം അനുവദിക്കുന്നില്ല. ദൈവം വലിയവനാണ്. അവരെ നോക്കുന്ന കണ്ണുകൾക്ക് ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാകില്ല. അവനെ തിരിയുന്ന മനസ്സുകൾക്ക് ഒരിക്കലും ഒരു കുറവുണ്ടാകില്ല. അവനെ കണ്ടെത്തുന്ന ജീവിതത്തിന്, ആ ജീവിതത്തിന് ഒരിക്കലും കുറവുണ്ടാവില്ല. വറ്റാത്ത അനുഗ്രഹത്തിന്റെ ഉറവ അവന്റെ കുടുംബത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും. അവൻ സമൃദ്ധിയുടെ മേൽ സമൃദ്ധിയിൽ ജീവിക്കും. ഇത് സത്യമല്ലേ? ഇത് സത്യമല്ലേ? നാം എന്തിന് വരണ്ടു പോകുന്നു? നാം എന്തിനില്ലാതെയായി പോകുന്നു? ശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാക്കിയത് നാം എന്തിന് തകർന്നു പോകുന്നു? ആ തകർച്ചകളും എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും കുറ്റം കൊണ്ട് തന്നെയാണ്. യാക്കോബ് പറഞ്ഞതുപോലെ 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം ദുരാശാഭാസങ്ങളിലൂടെയാണ് നാം തകരുന്നത്. എന്റെ ദൈവത്തെ ആശ്രയിക്ക്, നീ മഹോന്നതനാണ്. എന്റെ ദൈവത്തിൽ ആശ്രയിക്ക്, നീ വലിയവനാണ്. എന്റെ ദൈവത്തിൽ ആശ്രയിക്ക്, നിനക്കൊന്നിനൊരു കുറവുണ്ടാകില്ല. അവൻ കൂടെയുള്ളപ്പോൾ എനിക്കെന്തിന് ക്ഷാമം? അവൻ കൂടെയുള്ളപ്പോൾ എനിക്കെന്തിന് കുറവ്? നമുക്ക് പ്രാർത്ഥിക്കണേ. അരിവിയോടുകൂടി ജീവിക്കാൻ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും കാര്യമില്ല. എല്ലാവരും തിരുക്കുടുംബത്തിന്റെ മംഗളാശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം പ്രകാശത്തിന്റെ പ്രകാശവും സത്യങ്ങളുടെ സത്യവും പിതാവായ ദൈവമായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴിയായി സകലം രക്ഷിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗം നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ സ്ത്രീയാമൃതം ശരീകരിച്ച് മനുഷ്യനായി പിറന്ന് പൊന്തിയോസിന്റെ വർണ്ണത്തിന് കീഴിൽ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധീകളനുസരിച്ച് 3-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വാതിലിരിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് പ്രതാപത്തോടെ വീണ്ടും വരുമെന്നും അവിടുത്തെ രാജ്യാവസ്ഥാനം ഉണ്ടാകുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവും ജീവദാതാവും പിതാവിന്റെ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടൊപ്പം പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും ശ്രദ്ധിക്കപ്പെടുന്നവനും പ്രവാചകന്റെ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും ശിഷ്ടവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള സ്നാനം എനിക്ക് പറയുന്നു. മരിച്ചവരുടെ രൂപം പരലോകജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. കാരുണ്യവനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന സ്വാസ്ഥ്യങ്ങളെല്ലാം നീ ക്ഷമിച്ച് ഇന്നത്തെ തിരുക്കുടുംബത്തിന്റെ പെരുന്നാളിൽ സന്തോഷത്തോടെ നിന്നെ സ്തുതിക്കുവാൻ, ഞങ്ങളുടെ കുറവുകളെല്ലാം നികത്തപ്പെടുവാൻ, നിന്നിലൂടെയല്ലാതെ നിന്നിലേക്ക് തിരിച്ചു വരാതെ നിന്നെ തിരിച്ചറിയാതെ ഞങ്ങളുടെ ജീവിതം ഭാസുരമാവില്ലല്ലോ. എന്റെ പൊന്നു കർത്താവേ, ഈ നിൽക്കുന്ന ജനങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ കടന്നു ചെല്ലണമേ. എല്ലാ സ്വാസ്ഥ്യങ്ങളും എടുത്തു മാറ്റണമേ. ഇവരെ നിന്റെ സ്നേഹസമൃദ്ധിയിൽ വഴി നടത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ നല്ല തമ്പുരാനെ, ഈ പ്രഭാതം അനുഗ്രഹിച്ചു തന്ന അവിടത്തേക്ക് നാഥ ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചുകൂടി ഒരു ബലി അർപ്പിക്കുന്ന ദൈവമേ, ഞങ്ങളെ യോഗ്യരാക്കണമേ. അയോഗ്യരായി ഞങ്ങളെ നീ അവിടുന്ന് ബലപ്പെടുത്തണമേ. നാഥ, ഇന്ന് നടക്കുന്ന ശുശ്രൂഷയെ ഈ ബലിയിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, നിന്റെ അനുഗ്രഹ സമ്പത്ത് കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ. വേദനയോടെ വരുന്ന മക്കളുടെ വേദനകൾ ഒപ്പിയെടുക്കുവാൻ അവിടുന്ന് അച്ഛനിലൂടെ നീ കടാക്ഷിക്കണമേ. അതിനായി അച്ഛനെ എടുത്ത് ഉപയോഗിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ, ആകുലർ, പീഡിതർ, ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒത്തിരിയേറെ വേദനകളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേക രോഗികളുണ്ട്. കുടുംബ ഭാരമെന്ന് പറയുന്നത്, ജീവിതത്തിന്റെ ഭാരമെന്ന് പറയുന്നത്, ഒരു രോഗം വന്നാൽ താങ്ങാനാവാത്തതാണെന്ന് പറയുന്നു. കടഭാരം കൊണ്ട് താങ്ങാനാവുന്നില്ല എന്നീ കുടുംബഭാരങ്ങൾ ഏറെയുണ്ട്.
മക്കളെ നല്ല വഴിക്ക് നടത്തണം, അവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം, അവർക്കൊരു നല്ല ജീവിത അന്തസ്സിലേക്ക് ഉയർത്തണം. ഇങ്ങനെയുള്ള ജീവിത വ്യഗ്രത കൊണ്ട് ഭരിച്ചിരിക്കുന്ന കുടുംബങ്ങൾ ഏറെയുണ്ട്. അവരെല്ലാം നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ഒപ്പം പരമപിതാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്ന് രോഗിയായിരിക്കുന്ന ഞങ്ങളുടെ അഭിവന്യ സുസഭാഗ്യം ആർച്ച് ബിഷപ്പ് വളരെ വേഗത്തിൽ രോഗവിമുക്തനായി സന്തോഷത്തോടെ പഴയതിനേക്കാളും കൂടുതൽ ശക്തിയോടെ അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ, അധ്വാനിക്കുവാൻ, ഇടവകയെ, ഈ രൂപതയും ഓരോ ഇടവകയെയും പ്രാർത്ഥനാ ചൈതന്യം കൊണ്ട് നിറയ്ക്കുവാൻ, സ്നേഹ ആത്മബന്ധം കൊണ്ട് നിറയ്ക്കുവാൻ, വിജ്ഞാനത്തിന്റെ കലവറ തുറന്ന് ജനത്തിന് കൊടുക്കുവാൻ, നന്മയിൽ ജനത്തെ നയിക്കുവാൻ കൂടുതൽ ശക്തി കൊടുത്തനുഗ്രഹിക്കണമേ. നല്ലവരായ ദൈവമേ, ഈ ഇടവകയിലെ ഓരോ വികാരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന അച്ഛന്മാരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. അവരും പലരും രോഗികളാണെങ്കിലും സമയം നോക്കാതെ അധ്വാനിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അങ്ങ് തന്നെയാണ് താങ്ങും തണലുമായിരിക്കുക. അങ്ങയുടെ പരിപാലനത്തിൽ ആനന്ദിച്ച ആഹ്ലാദിക്കുന്ന അരൂപിയെ അവരിൽ അയക്കണമേ കർത്താവേ. ആഴമേറിയ വിശ്വാസത്തിൽ ആനന്ദിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. സഹോദരന്റെയും നിങ്ങളുടെയും പേരിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തെ സ്തുതിക്കുവാനെങ്കിൽ നമ്മുടെ സമസ്ത സഭയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങൾ ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവനായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കനിവോടെ സ്വീകരിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനായ യേശു ക്രിസ്തുവിന്റെ തിരുശരീരമായി ഇതിനെ രൂപപ്പെടുത്തുവാൻ ഞങ്ങൾ ഈ ജനവും കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ ധന്യമുഹൂർത്തത്തിലേക്ക് നയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയുടെ കൂടെയും ഹൃദയം കർത്താവിങ്കിലേക്ക് ഉയർത്തുവേൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് യുക്തവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. തിരുക്കുടുംബത്തിന്റെ അതിനാഥനായി ഞങ്ങളിൽ ജനിക്കുവാനും ഞങ്ങളോടൊത്ത് വസിക്കുവാനും എമ്മാനുവേൽ എന്ന നാമം സ്വീകരിച്ച ദൈവമേ, മനുഷ്യകുല പരിത്രാണവത്വത്തെ അങ്ങ് പ്രസ്പഷ്ടമാക്കി അങ്ങയുടെ ദിവ്യസുതൻ ഞങ്ങളുടെ ദുർബല പ്രകൃതി സ്വീകരിക്കുക മൂലം അതിന് നിത്യബഹുമതി സംലബ്ധമായി. മാത്രമല്ല, മർത്യപ്രകൃതിയുമായുള്ള അവിടുത്തെ വിസ്മരണീയമായ പങ്കാളിത്തം വഴി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ തിരുക്കുടുംബത്തിൽ പങ്കുകാരാക്കുന്നുള്ളൂ. ഒപ്പം മനുഷ്യരമായ ദൈവിക ജീവൻ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖവർണ്ണങ്ങളോട് ചേർന്ന് ആഹ്ലാദഭരിതരായി ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കുന്നു. പരിശുദ്ധൻ 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 പരമപരിശുദ്ധനാകും. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും നിത്യസ്തുതിക്കാർഹനായ അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങ് സർവ്വവും ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേക്ക് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ അങ്ങയുടെ തിരുമുമ്പിൽ ശേഖരിക്കുന്നത് അങ്ങ് നിരന്തരം വ്യാപൃതനാണ്. പിതാവേ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങേക്ക് അർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പവിത്രമാക്കണമേ. ഇവ അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ
തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കഴിയണമേ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കും, ഇത് എന്റെ ശരീരം ആകും. നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കും, ഇതെന്റെ രക്തമാകുന്നു. നവീനവും സനാതനവുമായി ഉടമ്പടിയുടെ രക്തം നിങ്ങൾക്കുമെല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനാ ചിന്തുവാനിരിക്കുന്ന എന്റെ രക്തം. ഇത് നിങ്ങളെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. പിതാവേ, അങ്ങയുടെ ദിവ്യപുത്രന് രക്ഷാകരമായ പീഡാസനവും മരണവും മഹനീയമായ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങയുടെ സഭ അർപ്പിക്കുന്ന യാഗം തൃക്കൻ പാർക്കണമേ. ആത്മബലിയാൽ അങ്ങയെ പ്രസാദിപ്പിച്ച അങ്ങേ പ്രിയപുത്രനെ ഈ ദിവ്യബലിയിൽ ദർശിച്ചാൽ അങ്ങയുടെ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപോഷിതരാകുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ക്രിസ്തുവിൽ ഒരേ ശരീരവും
ഒരേ ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. ക്രിസ്തുനാഥൻ ഞങ്ങളെ നിത്യമായൊരു കാണിക്കായി അങ്ങേക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതമായ തിരുക്കുടുംബത്തോടും ഞങ്ങളുടെ മധ്യസ്ഥയായ ഫാത്തിമ മാതാവിനോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. ഇവരുടെ മധ്യസ്ഥത വഴി അങ്ങയുടെ സഹായം ഞങ്ങൾക്കെപ്പോഴും കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. പിതാവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയോട് ഞങ്ങളെ രഞ്ജിപ്പിച്ച ഇവരിൽ സമസ്ത ലോകത്തിനും ശാന്തിയും രക്ഷയും നൽകുവാൻ ഉപകരിക്കുമാറാകട്ടെ. അങ്ങയുടെ ദാസനായ ബെനഡിക്ട് 16 മാർപ്പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സുസഭാക്യ മെത്രാപ്പൊലീത്തയോടും മെത്രാൻ പദവിയിലും വൈദിക പദവിയിലുള്ള എല്ലാവരോടും ക്രിസ്തുനാഥൻ അങ്ങേക്കായി നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവനായ പിതാവേ, ലോകമെങ്ങുമുള്ള അങ്ങയുടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കണമേ. മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും അങ്ങേക്ക് പ്രിയങ്കരമായി ജീവിച്ച് ഈ ലോകത്തോട് വിടവാങ്ങിയ എല്ലാവരെയും അങ്ങയുടെ രാജ്യത്തിൽ ദയാപൂർവം സ്വീകരിക്കണമേ. സകല അനുഗ്രഹങ്ങളുടെയും നീർച്ചാലായ യേശുക്രിസ്തു വഴി എല്ലാവരും അവിടെ ഒരുമിച്ചുകൂടി അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ നിത്യ നിർവൃതി അടയുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം അരുളണമേ.
പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ ഞങ്ങളെ എപ്പോഴും കരുണാപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നെന്ന് കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാന ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ കൂടെയും. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കഴിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കഴിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ വീട്ടിലെഴുതാനുള്ള യോഗ്യത എനിക്കില്ല. അവിടുന്ന് കൽപ്പിച്ചാൽ മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ശരീരവും രക്തം നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നു. നോക്കു കാണാൻ യേശുവേ നീ വരുന്നു. നിന്നോട് ചേരാൻ നിന്നുള്ളിൽ വാഴാൻ നിന്നിരികിൽ നീ വരുന്നു. എത്ര നാളാ ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നാ ചേർന്നിടുവാൻ വൈകാതെ വന്നീടലേ. ആത്മനായ വാക്കു ചൊല്ലാൻ കാലിന് നമുക്കിവിടെ ജപമാല ആരംഭിക്കും. അവിടെ ഇവിടെയൊക്കെ പൈപ്പ് പൊട്ടിക്കിടക്കുന്നെന്ന് അറിഞ്ഞു. വെള്ളമില്ലെങ്കിൽ അറിയിക്കുക. അവിടെ തന്നെ വേണ്ടത് ഏർപ്പാടില്ല. വെള്ളമുണ്ട്, പക്ഷേ കുറച്ച് സ്പോർട്സ് കുറവ്. പല സ്ഥലത്തും പൈപ്പ് പൊട്ടിക്കിടക്കുന്ന ഇന്ന് ചെയ്ത ആളുകൾക്ക് ചില കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ദൈവമേ,
ഞങ്ങൾ സ്വീകരിച്ച ദിവ്യഭോജനം അങ്ങുമായി ഞങ്ങളെ രമ്യപ്പെടുത്തിയല്ലോ. ഈ ദിവ്യകുദാശ ഞങ്ങൾ അനുഗ്രഹ സമൃദ്ധി ചെയ്യുകയും തിരുക്കുടുംബത്തിന്റെ മഹിമ ഞങ്ങളുടെ കുടുംബത്തിലും എത്തുവാനും ഞങ്ങളെ സ്വർഗീയ വിരുന്നിൽ നിത്യവും പങ്കുകാരാക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു.